ഹായ് ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ ഇന്ന് എന്ത് കൊച്ചു തോന്നിയാസമായിട്ടായിരിക്കും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇത് വേപ്പിലയാണെന്നും ഇത് നാടൻമുളകാണെന്നും ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെന്നും ഇത് നമ്മുടെ ആശാൻ എന്താശാൻ ബോട്ടി ആശാൻ ഒക്കെ ബോട്ടി. പിന്നെ ഇത് കൊള്ളിക്കഴിഞ്ഞു. ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് എന്താണെന്നല്ല, എന്ത് റെസിപ്പി അല്ലെങ്കിൽ എന്ത് സംഭവമാണെന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബോട്ടിയും കൊള്ളിയാണ്. ഓക്കെ, പിന്നെ ഞാനത് വീട്ടിൽ ഉണ്ടാക്കാൻ പോവായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ജസ്റ്റ് നിങ്ങൾക്കും വേണ്ടി ഒരു വീഡിയോ എടുത്ത് അങ്ങനെ ഇടാം. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ട്, ബോട്ടിയും കൊള്ളി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഇടാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇവിടെ സ്റ്റൗമോ നമ്മുടെ സബോള ആശാൻ ഇങ്ങനെ മൂത്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊരു സബോളയാണ് ഞാൻ എടുത്തേക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സബോള മുപ്പിക്കാൻ വെച്ചേക്കാണ്. ഓക്കെ, അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് മൂക്കട്ടെ കേട്ടോ, നല്ലോണം മൂക്കട്ടെ. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ പറയാം. ഇത് വേപ്പിലയാണ്, നാടൻ വേപ്പിലയാണ്. വേപ്പില നല്ലോണം ബോട്ടിയും കൊള്ളിയും വെക്കുമ്പോൾ നല്ലോണം ഇടണം എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ബോട്ടി വേവിച്ച് വെച്ചതെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല വേപ്പില ഉണ്ടെന്ന്. അപ്പൊ അത് തന്നെ അത് കറിയുടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് സഹായിക്കും. ഓക്കെ, പിന്നെ ഇത് നാടൻ മുളകാണ്. ഇത് ഒരു നാടൻ മുളക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മുളക് എടുത്താൽ മതി. 2 മുളക് എടുത്താൽ ഭയങ്കര എരിവായിരിക്കും. ഞാൻ ട്രൈ ചെയ്തിട്ട് നല്ല എരിവായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, മറ്റേ കടയിൽ നിന്ന് വാങ്ങണ മുളകാണെങ്കിൽ ഒരു 3 മുളക് എടുക്കാം. എരിവില്ലാത്ത, അധികം എരിവുണ്ടാവില്ല. അപ്പൊ അങ്ങനെ എടുക്കാം. ഇത് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ആണ്. ഇത് കുറച്ച് അധികം ഉണ്ട്. മീൻസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇത് കുറച്ചധികം ഉണ്ട്, അധികമില്ല എന്നാലും ആവശ്യത്തിനുണ്ട്. കാരണം ബോട്ടിയിൽ നമ്മൾ ഒരു നല്ലോണം ഇടണം എന്ന് പറയാം. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ലോണം ഇടണം എന്ന് പറയാം. പിന്നെ ഇത് ബോട്ടിയിൽ പിന്നെ ഞാൻ വേവിച്ചേക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം വേവണം ബോട്ടി, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതിൽ ഞാൻ മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മസാലപ്പൊടി, ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. പിന്നെ വേപ്പിലും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് വേവിച്ചേക്കുന്നത്. ഓക്കെ, ഇത് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചാണ്. ബോട്ടി വേറെ വേവിച്ചു, കൊള്ളി വേറെ വേവിച്ചു. കൊള്ളി വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടു, അതുപോലെ തന്നെ എന്തിട്ടു, മഞ്ഞപ്പൊടി ഇട്ടു. കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ മഞ്ഞപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ടെന്ന്. അപ്പൊ ഇതൊക്കെയാണ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ബോട്ടിയും കൊള്ളിയും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ സബോള ഇങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കളർ ചേഞ്ചൊക്കെ കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. ഏകദേശം ഒരു ഇതിലാണ് നിൽക്കുന്നത്. പിന്നെ സിമ്മിൽ ഇട്ടേക്കണം കുറച്ച്. അപ്പോൾ ഗായ്സ്, നമ്മുടെ സബോള ഒരിത് നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. ഇത്രയ്ക്ക് മുരിയേണ്ട ആവശ്യമില്ല, കുറച്ച് മുരിഞ്ഞാൽ മതി. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ചെയ്യാൻ പോയി ഗായ്സ്. എൻ്റെ കുറച്ച് മുരിഞ്ഞു പോയി ഗായ്സ്, കുറച്ച് മുരിഞ്ഞു. എനിക്ക് ചിരിക്കാൻ വയ്യ എൻ്റെ ദൈവമേ. അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് സെമ്മിലിട്ടിട്ട് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇടുന്നത്. ഓക്കെ, ഇത് മുരിഞ്ഞാലും ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ, വലിയ കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇത് മുരിഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ സിമ്മിലാണ് ഇടേണ്ടത്. അപ്പോൾ ഗായ്സ്, ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ വേപ്പിലയും പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് നാടൻ പച്ചമുളക് തൊടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഗായ്സ്, നല്ല എരിവാണ്. അപ്പോൾ കൈയൊക്കെ പുകയാൻ സാധ്യതയുണ്ട്. നാടൻ മുളക് ഇടുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നല്ലോണം മുരിച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. മുരിഞ്ഞ് കഴിഞ്ഞ് പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളത് ഇത്രയും മുരിഞ്ഞാലും പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മുരിഞ്ഞ് കഴിഞ്ഞാൽ കറിയുടെ വേറൊരു വ്യത്യാസമൊന്നും വരില്ല, ടേസ്റ്റ് കൂടുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ മൂത്തിട്ടുണ്ടപ്പോൾ ഏകദേശം കുറച്ച് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ടാൽ മതി കേട്ടോ, കാരണം നമ്മൾ ഇതിലിടുന്ന 2 ഐറ്റംസിലും നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞ് നമ്മൾ എന്ത് ഐറ്റം ഇട്ടാലും അപ്പം തന്നെ ഒന്ന് ഇളക്കണം കേട്ടോ, അത് മറക്കരുത് ഇളക്കാൻ. നമുക്ക് ഇനി ഇതിലേക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി ഞാനേ ഒരു 1.5 ടീസ്പൂൺ ഇട്ടാൽ മതി. ഒരു 1.5 ടീസ്പൂൺ ഇടാം. ഓക്കെ, 1.5 ടീസ്പൂൺ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കാം. എല്ലാം ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കണം. എല്ലാം നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ കരിഞ്ഞു പോയെന്ന് പറഞ്ഞ് കരിഞ്ഞൊന്നും പോയിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഓക്കെ ഗൈസ്, മല്ലിപ്പൊടി നമുക്കൊരു 2 ടീസ്പൂൺ ഇടാം. ഇങ്ങനത്തെ 2 ടീസ്പൂണാട്ടോ, ഒരു ഐസ്ക്രീം വെയിൽ പോലത്തെ അങ്ങനത്തെ 2 ടീസ്പൂണാണ് മല്ലിപ്പൊടി ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടി അത്രയ്ക്ക് ഇട്ടു. അങ്ങനെയൊക്കെ മൊത്തം ഒരുവിധം ഇതായിട്ടുണ്ട്. നമ്മളിനി ഇടാനുള്ളത് മസാലപ്പൊടിയാണ്. മസാലപ്പൊടി എന്ന് പറയുമ്പോൾ
മറ്റേ മസാല ഇല്ല, ഇറച്ചി മസാല അല്ല, പാക്കറ്റ് മസാല ഇത് വാങ്ങിച്ചിട്ട് പൊടിക്കില്ല, ആ സംഭവമാണ് ഇവിടെ ചെയ്യുന്നത്. ഞങ്ങൾ മറ്റേ മസാല വാങ്ങാറില്ല. ഇതായിരിക്കും കൂടുതൽ ടേസ്റ്റിയും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള സംഭവം ഇതായിരിക്കും. ഇതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഓക്കെ, നല്ലോണം ഇളക്കുക. ഓക്കെ, ഞാനിതിലേക്ക് ഇനി നമ്മുടെ ഉപ്പാണ്. ഉപ്പ് ഞങ്ങളിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും നല്ലത് കല്ലുപ്പ് യൂസ് ചെയ്യുന്നതാണ്. കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വെള്ളത്തിൽ മീൻസ് ഒരു ചില്ലുകുപ്പിയിൽ കല്ലുപ്പ് ഇട്ടിട്ട് വെള്ളത്തിൽ ഇതാക്കിയിട്ടാണ് ഇടാറ്. അപ്പോൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഗ്രേവി അല്ലെങ്കിൽ നമ്മുടെ മസാല, നമ്മുടെ താരം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഇനി നമ്മുടെ എന്താണ് ഇട്ട് കൊടുക്കേണ്ടത് ഗായ്സ്? അപ്പോൾ സിമ്മിൽ തന്നെയാണ് എപ്പോഴും ഞാൻ ഒഴിച്ചേക്കുന്നത്. അപ്പോൾ സിമ്മിൽ തന്നെ ഇടാം. നമ്മൾക്ക് ഇതിലേക്ക് നമ്മുടെ നമ്മുടെ ബോട്ടി ഇട്ട് കൊടുക്കാം. ഓക്കെ, കുറച്ച് വെള്ളമുണ്ട്, വെള്ളം ഞാൻ വറ്റിച്ചിട്ടുണ്ട്, എന്നാലും അതിൽ വെള്ളം ഉണ്ടാവും. ഇതൊന്ന് കളർ ചേഞ്ച് ആവണ വരെ ഇതൊന്ന് ഇളക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ കൊള്ളിയാശാന ഇടാം. നമുക്ക് കൊള്ളിതേ കാണുമ്പോൾ നമുക്ക് നല്ലോണം വേവിച്ചണം. 2 വിസിലാണ് ഞാൻ അടിച്ചിക്കണേ, അതിന് ഉള്ള വേവുള്ളൂ. നമുക്ക് ഇതൊന്ന് ഇടാം. അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഗൈസ്, പതുക്കെ ഇട്ട് കൊടുത്താൽ. ഓക്കെ, ഇത് നമുക്കൊന്ന് ഇളക്കാം. ഇത് നല്ലോണം ഇളക്കിയിട്ടുണ്ട് ബോട്ടിയും കൊള്ളിയും. കണ്ടിട്ട് ബോട്ടിയും കൊള്ളിയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഓക്കെ, മാറ്റാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് ബോട്ടിയും കൊള്ളി ഉണ്ടായിരുന്നെന്ന്? പക്ഷെ ഇനി ഒരു സാധനം കൂടി ഇടണം, അതാണ് നമ്മൾ ഫിനിഷ്. നമ്മുടെ കുറച്ച് കുരുമുളക് പൊടി അങ്ങോട്ട് തൂവി കൊടുക്കാം. ഓക്കെ, മുകളിൽ ഫിനിഷ്ഡായി. ഇനി നമുക്ക് ഗാർണിഷിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി കുറച്ച് ഗാർണിഷിങ് പരിപാടികളുണ്ട്. എന്താണെന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്, വേറെ ഒന്നുമല്ല. നമുക്ക് കുറച്ച് സബോള ഇങ്ങനെ ചെറുതായി എരിഞ്ഞത്, നമ്മുടെ കടയിലൊക്കെ വാങ്ങുന്ന ഈ ഒരു ടോണിലല്ലേ കിട്ടുക. അപ്പം നമ്മൾ വീട്ടിൽ ഇത് ട്രൈ ചെയ്തൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ വേറൊരു കിട്ടിക്കാഴ്ച അല്ലെങ്കിൽ കിട്ടില്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഓൺ മൈ ചാനൽ തോന്നിയാസം അൺലിമിറ്റഡ്. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും, പിന്നെ സബ്സ്ക്രൈബിൻ്റെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഗായ്സ്, സീ യു, ബൈ ബൈ.